സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് റോബോകോണ്ടിന്റെ ഒരു ബെസ്റ്റ് ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും റോബോകോണ്ട് പൈൻസ്ക്രിപ്റ്റ് സ്ട്രാറ്റജി MQ5EA ആയിട്ട് മാറ്റുന്നത്. റോബോകോണിന്റെ സെൽഫ് ലോജിക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ആക്കിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്ട്രാറ്റജിയുടെ ഫുൾ പെർഫോമൻസ് ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങളെ പോയി കാണിക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാവണമല്ലോ. ഇത് എങ്ങനെയാണ് റോബോകോണ്ട് ഉള്ളിൽ അതിന്റെ ഒരു ബാക്ക് ആൻഡ് ടെക്നിക്കൽ വർക്ക് എങ്ങനെയാണ് നടക്കണമെന്ന് നിങ്ങൾക്ക് അറിയണം. സോ ലെറ്റ് സി. ആൻഡ് യെസ്, നമ്മുടെ ഈ റോബോകോണ്ട് റെഡി ആക്കി തന്നിട്ടുണ്ട്. സോ നമുക്കിത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇതാണ്ട നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ട്രേഡിംഗ് വ്യൂയിലോട്ട് പോയിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് ജസ്റ്റ് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടുതൽ ആൾക്കാരും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ബോട്ട്സ്, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന EA പെർഫോമൻസ് കണ്ടിട്ട് അവർക്കും ആ ബോട്ട് അവൈൽ ചെയ്യണമെന്നുണ്ട്. ആൻഡ് ബ്രോ ഇത് സെല്ലിങ്ങിനുണ്ടോ, ബ്രോ ഇതിന്റെ പ്രൈസ് എത്രയാണ്, ബ്രോ ഇത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ കുറച്ച് പേര് എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇതൊന്നും സെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതെല്ലാം ഫൈനാൻഷ്യൽ റിസ്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും എന്റെ മെയിൻ അജണ്ടയും ഞാൻ നിങ്ങളോട് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് EA ഉണ്ടാക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ബോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ആണ് എന്റെ മെയിൻ അജണ്ട തന്നെ. സോ ഇത് എന്തുകൊണ്ട് സെയിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഫൈനാൻഷ്യൽ റിസ്ക് ഇതിൽ ഇൻവോൾവ് ആണ്. എല്ലാവർക്കും അത് അഗ്രി ചെയ്ത് പോകണമെന്നില്ല, എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്ത് പോകണമെന്നില്ല ഫൈനാൻഷ്യൽ റിസ്ക്. കാരണം പിന്നെ കൂടുതൽ ആൾക്കാർക്കും റിസ്ക് മാനേജ്മെന്റ് കുറവാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ ഹൈ ലോട്ടോ ഹൈ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ ബ്രീച്ച് ആയി പോകും. അപ്പൊ ഞാൻ കാരണം ആരുടെയും ക്യാപിറ്റൽ ബ്രീച്ച് ആവാൻ പാടില്ല എന്നുള്ള എന്റെ ഒരു വാശിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെയിൽ ആക്കാത്തത്. എന്റെ സ്ട്രാറ്റജി മോശമായതുകൊണ്ട് നിങ്ങൾ ബ്രീച്ച് ആക്കുന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് എങ്ങനെയാണ്, ആ റോളർ കോസ്റ്റർ എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല പേഴ്സണലി. സോ ഞാൻ എന്റെ ക്ലോസ് സർക്കിളുള്ളവർക്കും എനിക്ക് അറിയാവുന്ന ട്രേഡേഴ്സിന് മാത്രമേ എന്റെ സ്ട്രാറ്റജി ഞാൻ അവൈൽ ചെയ്ത് കൊടുക്കാറുള്ളൂ. ആൻഡ് എന്റെ ബോട്ട് ഞാൻ അവരോട് ആദ്യം ഒരു ട്രയൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മാത്രമേ ഞാൻ അവരോട് അത് ലൈവ് ഓർ ഫണ്ടഡ് അക്കൗണ്ടിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നുള്ളൂ. സോ നമുക്ക് ഇതെന്തായാലും ഈ സ്ട്രാറ്റജിയുടെ ഒരു പെർഫോമൻസ് ട്രേഡിംഗിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം.